വെറും 1.5 വർഷം, അതായത് 18 മാസം മുമ്പ് വരെ ഡിയോമെൻഡെ എന്ന 19 വയസ്സായ കളിക്കാരൻ അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള DME സ്പോർട്സ് അക്കാദമിയിൽ സാധാരണ രീതിയിൽ കളിച്ചു വളർന്ന ഒരു പയ്യനായിരുന്നു. അവിടെ നിന്നാണ് താരം സ്പാനിഷ് ക്ലബ്ബായ ലഗാനസിലേക്ക് ചേക്കേറുന്നത്. കഴിഞ്ഞ വർഷം ജർമ്മൻ ക്ലബ്ബായ RB ലൈപ്സിഗ് വെറും 20 മില്യൺ യൂറോക്കാണ് ഡിയോമെൻഡെയെ സ്വന്തമാക്കിയത്. അന്ന് ഫുട്ബോൾ ലോകത്ത് അധികം ആർക്കും അറിയാത്ത ഒരു പേരായിരുന്നു ഡിയോമെൻഡെ എന്ന കളിക്കാരന്റെ നാമം. എന്നാൽ ലൈപ്സിഗിൽ എത്തിയതോടെ താരത്തിന്റെ കളിയുടെ ഗതി മാറി. ഈ സീസണിൽ ബൂണ്ടസ്ലീഗയിൽ ലൈപ്സിഗിനായി 33 മത്സരങ്ങളിൽ നിന്ന് 12 ഗോളുകളും 9 അസിസ്റ്റുകളുമാണ് ഈ 19-കാരൻ സ്വന്തമാക്കിയത്. ഒരു യുവ വിങ്ങർ എന്ന നിലയിൽ ഈ പ്രായത്തിൽ ഇത്തരം കണക്കുകൾ വമ്പൻ ക്ലബ്ബുകളെ പോലും ആകർഷിക്കാൻ പോന്നവയാണ്. ഒരു ഫോർവേഡ് ആണെങ്കിൽ പോലും വിങ്ങുകളിലൂടെ വേഗതയിൽ പന്തുമായി കുതിക്കാനും ഡിഫൻഡർമാരെ ട്രിബിളിലൂടെ മറികടക്കാനും ഡിയോമെൻഡെക്ക് ഒരു പ്രത്യേക മിടുക്കുണ്ട്. നിലവിൽ നടക്കുന്ന ലോകകപ്പിൽ ഇക്വഡോറിനെതിരെയുള്ള മത്സരത്തിൽ ഐവറി കോസ്റ്റിനായി താരം അത് തെളിയിക്കുകയും ചെയ്തു. ആ മത്സരത്തിൽ സഹതാരങ്ങളെക്കാൾ കൂടുതൽ തവണ പന്ത് കൈവശം വെച്ചതും കൃത്യമായ ട്രിബിളിലൂടെ കളി നിയന്ത്രിച്ചതും ഡിയോമെൻഡെ തന്നെയായിരുന്നു. നിലവിൽ ഫുട്ബോൾ മാർക്കറ്റിൽ താരത്തിന് 100 മില്യൺ യൂറോക്ക് മുകളിലാണ് വിലയിട്ടിരിക്കുന്നത്. ലിവർപൂൾ 100 മില്യൺ ഓഫർ ചെയ്തിട്ടും ലൈപ്സിഗ് അത് നിരസിക്കാൻ കാരണം താരത്തിന്റെ വലിയ പൊട്ടൻഷ്യൽ തന്നെയാണ്. 130 മില്യൺ യൂറോയിൽ കൂടുതൽ കിട്ടിയാലേ താരത്തെ വിൽക്കൂ എന്ന നിലപാടിലാണ് ജർമ്മൻ ക്ലബ്ബ്. ചുരുക്കത്തിൽ വരും വർഷങ്ങളിൽ ലോക ഫുട്ബോൾ ഭരിക്കാൻ ശേഷിയുള്ള ഒരു സൂപ്പർ താരമായാണ് ഫുട്ബോൾ നിരീക്ഷകർ യാൻ ഡിയോമെൻഡെയെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാവണം ലിവർപൂളും PSG യുമൊക്കെ ഈ പ്രായത്തിൽ തന്നെ താരത്തിനായി കോടികൾ എറിയാൻ തയ്യാറാകുന്നതും.